സർക്കാർ പരിപാടികളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാൻ രാജ്ഭവൻ തീരുമാനം. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകുമെന്ന തീരുമാനത്തോടെ സർക്കാർ പരിപാടികൾ എങ്ങനെ നടത്തുമെന്ന ആശങ്ക ഉയരുന്നതിനിടെയാണ് രാജ്ഭവന്റെ പിന്നോട്ടുപോക്ക്. രാജ്ഭവനിൽ ഇനി സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ പടവും പുഷ്പാർച്ചനയും നിർബന്ധമില്ല. ഉദ്ഘാടനമുള്ള പരിപാടികളിൽ വിളക്ക് തെളിയിക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലായിരിക്കും. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം ഇതുണ്ടാവുകയും ചെയ്യും. നാളെ രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടിയിലും വിളക്ക് തെളിയിച്ച് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പരിപാടി തുടങ്ങുക. എന്നാൽ സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവൻ മാറ്റും. സത്യപ്രതിജ്ഞയും കേരളശ്രീ അവാർഡ് ദാന ചടങ്ങുമെല്ലാം ഭാരതാംബയുടെ ചിത്രമില്ലാതെ തന്നെ നടത്തും. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മാത്രമാണ് ഭാരതാംബയുടെ ചിത്രമുണ്ടാവുക. അതായത് രാജ്ഭവൻ കടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ചുരുക്കം. ഭാരതാംബയുടെ പടമുണ്ടെങ്കിൽ പരിപാടി നടത്തില്ല എന്ന സർക്കാർ നിലപാട് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. സർക്കാർ പരിപാടികൾക്ക് വിളക്ക് ആവശ്യമില്ലെന്നും അതുകൊണ്ട് തന്നെ ഭാരതാംബയുടെ ചിത്രവും ഉണ്ടാവില്ലെന്ന് നിലപാടെടുത്തതോടെ രാജ്ഭവനിലെ സർക്കാർ പരിപാടികൾ മുടങ്ങാതെ നടക്കുമെന്ന കാര്യം ഉറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.